ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ന്യൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ന്യൂഡിൽസ് നമ്മൾ പാക്കറ്റൊക്കെ വാങ്ങുന്ന ടൈമിൽ ഡയറക്റ്റ് അതേപോലെ തന്നെ ഉണ്ടാക്കാതെ ഒരു വെറൈറ്റിയിലൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ സോസേജൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ഒരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബട്ടറിന് പകരം ഓയിൽ ആണ് ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന ടൈമിലാണ് ഇനി നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ബട്ടറിലിട്ടിട്ട് ആദ്യം സോസേജൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സോസേജ് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് നേരം കൊണ്ട് തന്നെ ഈ മുറിച്ച് വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാ പാകവും നല്ല രീതിയിൽ തന്നെ വെന്ത് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ നോർമൽ ന്യൂഡിൽസ് ഉണ്ടാക്കുന്ന സെയിം രീതിയിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള ഈ എണ്ണയിലേക്ക് തന്നെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ന്യൂഡിൽസിൻ്റെ പാക്കറ്റിലുള്ള ഇൻസ്ട്രക്ഷന് പ്രകാരം ഓരോ കട്ടയ്ക്ക് എത്ര വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ല രീതിയിൽ തന്നെ തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ ഇതിൻ്റെ കൂടെയുള്ള ഒരു ന്യൂഡിൽസ് മസാലയുടെ പാക്കറ്റ് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം നല്ല രീതിയിൽ തിളച്ച് വരുന്ന ടൈമിൽ നമ്മളിതിലേക്ക് 2 കട്ട ഈ ന്യൂഡിൽസിൻ്റെ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് നല്ല രീതിയിൽ വെന്ത് കിട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചപ്പോഴേക്കും നമ്മുടെ ന്യൂഡിൽസൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. കാരണം നമ്മൾ ഈ സെയിം പാനിൽ തന്നെയാണ് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വേവിച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി അതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു കഷ്ണം ബട്ടറും പിന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു മീഡിയം സൈസിലുള്ള സവാള നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിതിൻ്റെ ന്യൂഡിൽസിൻ്റെ മസാലയിൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാവും. ഇനി നമ്മളിതിലേക്ക് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഉണ്ടാവും. വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മുടെ ന്യൂഡിൽസിൻ്റെ ബാക്കി വന്ന ഒരു പാക്കറ്റ് മസാലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വഴണ്ട് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതുവരേക്കും നമുക്കൊന്ന് കുറച്ച് നേരം അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ തന്നെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു 1/2 ടീസ്പൂണ് പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പകരം നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. പാപ്രിക്ക പൗഡർ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവറാണ് അതിന്. പിന്നെ സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് എന്നുള്ള രീതിയിൽ നമ്മൾ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കൂടരുത്. 1/4 ടീസ്പൂൺ അളവിൽ അത്രയില്ല, അതിൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ അതിൻ്റെ കുത്തൽ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ഈ മസാലയുടെ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ സോയ് സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടൊമാറ്റോ പ്യൂരിയുടെ പകരം നമുക്ക് ടൊമാറ്റോ, അതായത് തക്കാളി ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് എന്ന് പറയാൻ കാരണം. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ കുറച്ചൊരു ചീസി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചീസിൻ്റെ സ്ലൈസസ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 3 സ്ലൈസസ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ചീസൊക്കെ ഒന്ന് നല്ല രീതിയിൽ മെൽറ്റായി കിട്ടുന്നവരെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ തേങ്ങാപ്പാലും ഉള്ളിയും എല്ലാം കൂടി നല്ല രീതിയിൽ കുറുകിയ രീതിയിലുള്ള നല്ലൊരു അടിപൊളി മസാലയായിട്ട് കിട്ടും. ആ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ന്യൂഡിൽസും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോസേജും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്, ഈ മസാലയും ന്യൂഡിൽസൊക്കെ കൂടി. ഈ സമയത്താണ് ഞാൻ 3ാമത്തെ ചീസിൻ്റെ സ്ലൈസ് ആഡ് ചെയ്യുന്നത്.
പിന്നെ ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ള് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു വെറൈറ്റി ടേസ്റ്റുള്ള ന്യൂഡിൽസാണ്. സാധാ മസാലയൊക്കെ ഇട്ടിട്ടും ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി മടുത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം അടച്ച് വെക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്കൊന്ന് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം. അങ്ങനെ മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റൈലിൽ നിങ്ങൾ ഇതുവരെ റെഡിയാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും. ബൈ ഫ്രം സിനു ഷംസി.